شهر رمضان الذي أنزل فيه القرآن هدى للناس وبينات من الهدى والفرقان فمن شهد منكم الشهر فليصم ومن كان مريضا أو على سفر فعدة من أيام أخر يريد الله بكم اليسر ولا يريد بكم العسر ولتكملوا العدة ولتكبروا الله على ما هداكم ولعلكم تشكرون. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والضحى والليل إذا سجى ما ودعك ربك وما قلى وللآخرة خير لك من الأولى ولسوف يعطيك ربك فترضى ألم يجدك يتيما فآوى ووجدك ضالا فهدى ووجدك عائلا فأغنى فأما اليتيم فلا تقهر وأما السائل فلا تنهر وأما بنعمة ربك فحدث. صدق الله العظيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على سيدنا وحبيبنا محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين. أما بعد. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 19ാമത്തെ ദിവസമായി ഇന്ന് നമുക്ക് اللهم وفر حظي من بركاته وسهل سبيلي إلى خيراته ولا تحرمني قليلا من حسناته يا هاديا إلى الحق المبين എന്ന ദിക്ർ ചൊല്ലിക്കൊണ്ട് ആരംഭിക്കാം. നാം ഇന്നലെ ചർച്ച ചെയ്തു അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ സൽസ്വഭാവങ്ങളെക്കുറിച്ച്. അവിടുത്തെ സ്വഭാവത്തിൽ നിന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു സ്വഭാവമാണ് ഇന്ന് നമുക്ക് സംസാരിക്കാനുള്ളത്, അഥവാ കാരുണ്യം, റഹ്മത്ത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, فبما رحمة من الله لنت لهم ولو كنت فظا غليظ القلب لانفضوا من حولك. നബിയെ, അള്ളാഹുവിൽ നിന്നുള്ള കാരുണ്യം കൊണ്ടാണ് നിങ്ങൾ അവരോട് സൗമ്യമായി പെരുമാറിയത്. നിങ്ങൾ ഒരു പരുഷ സ്വഭാവിയും കഠിന ഹൃദയനുമായിരുന്നുവെങ്കിൽ നിങ്ങളുടെ അരികിൽ നിന്നും അവർ പിരിഞ്ഞു പോകുമായിരുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുന്നതിലൂടെ വലിയ ഒരു പാഠം നമുക്ക് അല്ലാഹു നൽകുന്നുണ്ട്. ഈ ആയത്തിലൂടെ കരുണയുടെ, കാരുണ്യത്തിൻ്റെ മഹത്വവും അള്ളാഹുവിൻ്റെ ഹബീബ് നമുക്ക് കാണിച്ചു തന്ന മാതൃകയും നമുക്ക് കാണാവുന്നതാണ്. അഥവാ കാരുണ്യം എന്താണ്, എങ്ങനെയാണ് കരുണ കാണിക്കേണ്ടതെന്ന് ഈ ലോകത്തിന് പഠിപ്പിച്ചു തന്നു അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അനസ് ബിൻ മാലിക് തങ്ങൾ പറയുകയാണ്, ഖദംതു റസൂലല്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം 10 സിനീൻ. ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് 10 കൊല്ലം സേവനം ചെയ്തു. നബി തങ്ങൾ എന്നോട് ഒരിക്കലും
ഉഫ് അഥവാ ഛേ എന്നൊരു വാക്ക് പോലും സംസാരിച്ചിട്ടില്ല. വമാ ഖാല ലിശൈഇൻ സനഅതുഹു ലിമ സനഅത, ഞാൻ ചെയ്ത എന്തെങ്കിലും ഒരു പ്രവർത്തനത്തിന് എന്തിനാണത് നീ ചെയ്തതെന്ന് ചോദിച്ചിട്ടില്ല. വലാ ലിശൈഇൻ തറക്തുഹു ലിമ തറക്ത, ഞാൻ ഉപേക്ഷിച്ച എന്തെങ്കിലും ഒരു വസ്തുവിനെക്കുറിച്ച് എന്തിനാണ് നീ അത് ഒഴിവാക്കിയത് എന്ന് പോലും ചോദിച്ചിട്ടില്ല എന്ന് പുന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് 10 കൊല്ലം ഖിദ്മത്ത് ചെയ്ത മഹാനായ അനസ് ഇബ്നു മാലിക് തങ്ങൾ എന്നെ പഠിപ്പിക്കുകയാണ്. അനസ് റളിയല്ലാഹു അൻഹു അവിടുത്തെ അനുഭവത്തിൽ നിന്നും പുന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഭാവത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ഒരിക്കലൊരു ആവശ്യത്തിന് വേണ്ടി പുന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അനസ് റളിയല്ലാഹു അൻഹുവിനെ അയക്കുകയാണ്. പോകുന്ന വഴിയെ കുട്ടികൾ അവിടെ ഇങ്ങനെ അങ്ങാടിയിൽ കളിച്ചുകൊണ്ടിരിക്കുന്നു. അനസ് റളിയല്ലാഹു അൻഹു ആ കളിയിൽ അങ്ങനെ ലയിച്ച് അവിടെ നിന്നുപോയി. വഴുകിയ അനസ് റളിയല്ലാഹു അൻഹുവിനെ തേടിക്കൊണ്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പുറപ്പെടുകയാണ്. ആ സമയത്ത് ഈ കുട്ടികളുടെ അരികിൽ നിന്നും കളിക്കുന്ന അനസിനെയാണ് അവിടെ നിന്ന് കാണുന്നത്. പിന്നിലൂടെ വന്നുകൊണ്ട് അനസ് റളിയല്ലാഹു അൻഹുവിനെ മുത്തുനബി പിടിക്കുകയാണ്. അങ്ങനെ ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ അവിടുന്ന് ചിരിക്കുന്നതായിട്ടാണ് ഞാൻ കണ്ടത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം, നാമൊക്കെയും ഇങ്ങനെയൊരവസ്ഥയിൽ നമുക്ക് സേവനം ചെയ്യുന്നവരോട് നാം എങ്ങനെയായിരിക്കും പെരുമാറുക? ആ സമയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അനസ് റളിയല്ലാഹു അൻഹുവിനോട് പെരുമാറിയ ആ പെരുമാറ്റം നമുക്ക് വലിയ മാതൃകയും വലിയ പാഠവുമാണ്. അഥവാ അവിടുന്ന് പറഞ്ഞു, യാ ഉനൈസ്, ഓ കുഞ്ഞനസെ. അനസിനെ ഒന്നുകൂടി സ്നേഹിച്ച് സ്നേഹം ചാരിച്ചുകൊണ്ട് പറഞ്ഞു, യാ ഉനൈസ്, ഓ കുഞ്ഞനസെ, ഞാൻ പറഞ്ഞ സ്ഥലത്തേക്ക് നീ പോയോ? അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നഅം, ഞാൻ ഇപ്പോൾ പോകാം നബിയെ. പക്ഷേ അനസ് റളിയല്ലാഹു അൻഹുവിനോട് ദേഷ്യത്തിൻ്റെ പകരം സ്നേഹത്തോടു കൂടിയാണ് പുന്നാര നബി പെരുമാറിയത്. പുന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഒരുപാട് കാലം സേവനം ചെയ്ത അനസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഒരിക്കൽ നബിയുടെ കൂടെ സഞ്ചരിക്കുന്ന സമയത്ത് സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ചുമലിൽ സൈഡ് കടുത്തതായ ഒരു നജ്റാനി പുതപ്പുണ്ടായി. ഒരു അറാബി കടന്നു വന്നുകൊണ്ട് ശക്തിയായി അതങ്ങ് വലിച്ചു. മുത്തുനബി തിരിഞ്ഞു നോക്കി. വലിയുടെ ശക്തിയിൽ അതിൻ്റെ പാടുകൾ പുന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചുമലിലായിട്ട് ഞാൻ കാണുകയാണ്. ആ അറാബി പറഞ്ഞു, മുർലി മിൻ മാലില്ലാഹില്ലദി അൻതക, നിൻ്റെ അടുക്കലുള്ള അള്ളാഹുവിൻ്റെ മുതലിൽ നിന്നും എനിക്ക് നൽകാൻ വേണ്ടി കൽപ്പിക്കുവാൻ. അയാളിലേക്ക് തിരിഞ്ഞു നോക്കി ദേഷ്യം പിടിക്കുന്നതിന് പകരം പുഞ്ചിരിച്ചുകൊണ്ട് ആ മുതലിൽ നിന്നും കൊടുക്കാൻ വേണ്ടിയാണ് അള്ളാഹുവിൻ്റെ ഹബീബ് കൽപ്പിക്കുന്നത്. സംഭാവനയ്ക്ക് വേണ്ടി വന്ന അറാബി പുന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് കാണിച്ച സമീപനവും ആ സമീപനത്തോട് അള്ളാഹുവിൻ്റെ ഹബീബിൽ നിന്നുണ്ടായ സൽ സ്വഭാവവും ഇവിടെ നാം മനസ്സിലാക്കേണ്ടതാണ്. പുഞ്ചിരിയോടുകൂടി നേരിടുകയും ധനത്തിൽ നിന്നും നൽകാൻ വേണ്ടി കൽപ്പിക്കുകയുമാണ് അവിടുന്ന് ചെയ്തത്. അനസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഏതെങ്കിലും ഒരു ഖാദിം അവിടുത്തെ ദേഷ്യം പിടിപ്പിക്കുകയാണെങ്കിൽ അറാക്കെടുത്തുകൊണ്ട് പറയും, ഖിയാമത്ത് നാളിൽ പ്രതികാരത്തിന് ഞാൻ ഭയപ്പെട്ടില്ലായിരുന്നുവെങ്കിൽ ഇതുകൊണ്ട് ഞാനൊരു അടി തരുമായിരുന്നുവെന്ന്. അഥവാ അടിക്കുകയില്ല. അത്ര പോലും കാരുണ്യം, ദേഷ്യം പിടിപ്പിച്ചാലും കരുണ. ഉഹദ് യുദ്ധത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുൻപല്ല് പൊട്ടുകയും മുഖത്ത് മുറിവേൽക്കുകയും ചെയ്തപ്പോൾ ഒരു കൂട്ടം ആളുകൾ വന്നുകൊണ്ട് അവർക്കെതിരിൽ ദുആ ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെട്ട സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇന്നി ലം ഉബഅസ് ലആന വലാകിൻ ബുഇത്തു ദാഇയൻ വറഹ്മ അല്ലാഹുമ്മ ഹ്ദി ഖൗമി ഫഇന്നഹും ലാ യഅലമൂൻ. നിശ്ചയമായും എന്നെ ശപിക്കുന്നവനായിട്ട്, ശാപം ചെയ്യുന്നവനായിട്ടല്ല അയക്കപ്പെട്ടത്, മറിച്ച് എന്നെ അയക്കപ്പെട്ടത് സത്യദീനിലേക്ക് ക്ഷണിക്കുന്നവരും അനുഗ്രഹവുമായിട്ടാണ്. അതുകൊണ്ട് അല്ലാഹുവേ, എൻ്റെ സമുദായത്തിന് നീ നേർമാർഗത്തിലാക്കണമേ, അവർ അറിവില്ലാത്തവരാണ് എന്ന കരുണയുടെ വാക്കാണ് ആ സമയത്ത് പോലും അവിടുന്ന് പറഞ്ഞത്. അതുകൊണ്ട് കാരുണ്യമെന്ന അല്ലാഹുവിൻ്റെ ഹബീബ് നമുക്ക് കാണിച്ചു തന്ന ആ ഉത്തമമായ സ്വഭാവം നമ്മുടെ ജീവിതത്തിലും
കഴിയുന്നത്ര പകർത്താൻ നാം ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കട്ടെ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക് وآخر دعوانا أن الحمد لله رب العالمين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. وصلى الله وسلم وبارك على سيدنا محمد وآله وصحبه أجمعين والحمد لله رب العالمين والسلام عليكم ورحمة الله وبركاته.